ഹായ്, ഇന്ന് എല്ലാവരും പുറത്തിറക്കിയിട്ടുണ്ട്. ബൂക്കി, ലക്കി, മോട്ടു ബേബി. അപ്പോൾ മോട്ടു ബേബി ആ മണ്ണ് കണ്ടപ്പോൾ അവിടെ പോയി ഷീ വയ്ക്കാൻ വേണ്ടി പോയിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ലക്കി ബേബി അത്രയ്ക്ക് വലിയ മാനിനൊന്നും ആവണ്ടടാ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ഒഴിച്ചോളൂന്ന് ചീത്തപ്പെടുത്തമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കുഞ്ഞനിയന്. ഹസ്ബൻഡ് ഉള്ളപ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങ് വിടാം, നോക്കാൻ ഒരാളും കൂടി ഉണ്ടല്ലോ. മറ്റേ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും. എല്ലാവരും കൂടി അങ്ങ് ഓടുമ്പോഴേ ആരെ പിടിക്കണം, ആരെ പിടിച്ച് നിർത്തണം, ബുക്കിനെയാണ് എനിക്ക് വിഷയം. പിന്നെ ലക്കിയും അങ്ങ് കുടുകുടൂന്ന് പറഞ്ഞ് ഓടുമ്പോൾ പിടിച്ചാൽ കിട്ടില്ല. അതാണ്. മോട്ടു ഇങ്ങനെ പതുക്കെ പതുക്കെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ ചെന്ന് നോക്കുക. കാരണം ഈ ഗേറ്റ് വഴിയാണല്ലോ അവൻ ആദ്യമായിട്ട് കയറി വന്നത്. ഈ ഗേറ്റിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇപ്പുറത്ത് ബൂക്കി നിൽക്കുമായിരുന്നു. അപ്പുറത്ത് നിന്നിട്ട് തലയിട്ടിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. മുറ്റത്തൂടെ കുറച്ച് റോന്ത് ചുറ്റിയപ്പോൾ മോട്ടു ബേബിക്ക് ഒരു മരത്തിൻ്റെ കൊമ്പ് കിട്ടി. അതുമായിട്ട് ഓടുകയാണ്, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. മാറിയിരുന്ന് കടിച്ച് ചവച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പണ്ട് ലക്കി ബേബി ഇങ്ങനെ തന്നെയായിരുന്നു കുഞ്ഞിലെ. ചോദിക്കുമ്പോഴൊക്കെ തരുന്നുണ്ട്. ഇനി വലുതാകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ബൂക്കി ചെറുതിലേ ഇതേപോലെ മമ്മാക്ക് താന്ന് പറയുമ്പോൾ ഓടിക്കൊണ്ടുവന്ന് തരും. വലുതായപ്പോൾ മമ്മാക്ക് താന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടുമോ. പക്ഷേ ഹസ്ബൻഡിനെ പേടിയാട്ടോ, ഭയങ്കര പേടി. അതായത് ബൂക്കി ഇപ്പം ഭയങ്കര കുറേ റോഡിലൂടെ ഡോഗ്സ് എല്ലാം പോകുമ്പോൾ അവരെ കണ്ട് ഭയങ്കര ബഹളം വെച്ച് ഇങ്ങനെ ഇരിക്കണം. ഞാൻ ബൂക്കി ബൂക്കി എന്ന് വിളിച്ചാലൊന്നും തിരിഞ്ഞു പോലും. ഒരു 10,000 തവണ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, എന്നെ ഒരു വിലയില്ല. അതേസമയം ഹസ്ബൻഡ് ബൂക്കി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഓടി വരും. ഹസ്ബൻഡ് മാത്രം പേടിയുണ്ട്. എന്നാലോ വല്ലപ്പോഴുമൊക്കെ ഹസ്ബൻഡ് ഓമനിക്കുള്ളൂ. എന്നാൽ ഓമനിച്ച ഒരു 1.5 ഓമനിക്കലായിരിക്കും. എനിക്ക് തോന്നുന്നത് വല്ലപ്പോഴും കിട്ടുന്ന സ്നേഹത്തിനാണ് ഭയങ്കര വില. ഡെയിലി കിട്ടുന്നതിന് ഒരു വിലയിലും തോന്നുന്നു. അത് മാത്രമല്ല, ഞാനുള്ളപ്പോഴേ ഈ മതിൽ ചാട്ടം മുഴുവനും. ഹസ്ബൻഡ് ഉള്ളപ്പോൾ മതിലൊന്നും ചാടില്ല, പേടിയുണ്ട്. മതിലിൻ്റെ അടുത്തേക്ക് പോലും പോകത്തില്ല. കിങ്ങിണി ഗേറ്റിൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കിങ്ങിണിക്ക് സ്കിൻ ഡിസീസ് മാറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചു. എന്നിട്ട് ഫസ്റ്റ് ഡേ ചെമ്മീൻ റോസ്റ്റിൽ കുഴച്ച് കൊടുത്തു, അതവൻ കഴിച്ചു. രണ്ടാമത്തെ ഡേ ബീഫ് റോസ്റ്റിൽ കുഴച്ച് കൊടുത്തു, അതും കഴിച്ചു. പക്ഷേ 3-ാമത്തെ ദിവസമായപ്പോൾ പിന്നെ അവന് ഞാൻ ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവൻ കഴിക്കുന്നില്ല. ആ ഒരു സ്മെല്ല് അവന് കിട്ടിയിട്ട് അവനത് മണത്ത് നോക്കിയിട്ട് അങ്ങ് പോവും. അടുത്ത ഡോഗ് വന്ന് അത് കഴിച്ചുകൊണ്ട് പോവും. പിന്നെ എനിക്ക് കൊണ്ടുവന്ന് വെക്കാനല്ലേ പറ്റുള്ളൂ. അവനത് കഴിക്കുന്നില്ല. എങ്കിലും പഴയതുപോലെയല്ല, ഇപ്പോൾ കുറേ ഭേദപ്പെട്ടിട്ടുണ്ട് അവന്. ഇവിടെ ലക്കി ബേബി ഇതെന്തോ ബോളാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ചെറുത് അതിനൊപ്പം നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ബൂക്കി ഇതിലൊന്നും പങ്കുചേരുന്നില്ല കേട്ടോ. ബൂക്കിയുടെ ലോകമാണ് ഇപ്പോൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ബൂക്കിനെ ഇവരെല്ലാവരെയും കെട്ടിയിട്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ 2-3 പേര് ചോദിച്ചായിരുന്നു എന്തിനാണ് കെട്ടിയിട്ടിരിക്കുന്നത്, കാണുമ്പോൾ ഒരു സങ്കടമാകുന്നു. അത് ശരിയാണ്. പക്ഷെ ഞാൻ ഹെൽപ്ലെസ് ആണ്. കാരണം ബൂക്കിക്ക് ഉറങ്ങുന്ന സമയത്ത് ബൂക്കിയുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. ലക്കിയാണെന്നുണ്ടെങ്കിൽ ബൂക്കി ഉറങ്ങുന്ന സമയത്തും ചെവി നക്കി കൊടുക്കാൻ വേണ്ടി പതുക്കെ പതുക്കെ പോവും. അപ്പോൾ ബൂക്കിക്ക് നല്ല ദേഷ്യം വരും. ദേഷ്യം കൊണ്ട് ഇപ്രാവശ്യം ഇപ്പോൾ തുടക്കത്തിലൊക്കെ ചെറിയ രീതിയിലാണ് ദേഷ്യം കാണിച്ചിരുന്നത്. ഇപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം കാണിക്കുന്നുണ്ട് ബൂക്കി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പേടിച്ചു പോയി. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യണത്, ബൂക്കിയും കെട്ടിയിടുന്നത്, ലക്കി ബേബിയും കെട്ടിയിടുന്നത്. അപ്പോൾ ചെറുത് ഇപ്പം മോട്ടു ബേബി വന്നപ്പോൾ മോട്ടുവും പോവുമല്ലോ, അവർ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അവർക്ക് ഓടി ഇവൻ്റെ അടുത്തേക്ക് പോവും. ഇവൻ വലിയേട്ടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ. ഇവൻ ഉറങ്ങുന്ന സമയത്ത് ഒരു വലിയേട്ടനും ഇല്ല, ചെറിയ ഏട്ടനും ഇല്ല. എനിക്ക് ഉറക്കം മാത്രം മുഖ്യം, എൻ്റെ അടുത്തേക്ക് ആരും വരരുതെന്നാണ് അവൻ പറയുന്നത്. അതുവരെ ഇവർ ഓടിക്കളിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയമാണ്, ഉറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഈ ബുക്കി അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. ലക്കി ബേബി ഇവിടെ കെട്ടിയിടാൻ വേറെ സ്ഥലമില്ല. അപ്പം ഞാൻ കസേരയുടെ കാലയിലാണ് കൊളുത്തിട്ടിരിക്കുന്നത് ലക്കി ബേബിയുടെ ലീഷ്. മോട്ടും കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ എനിക്ക് അടുക്കളയിൽ പോയി സമാധാനത്തോടുകൂടി ജോലി ചെയ്യുക. ഇല്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. അയ്യോ ലക്കി ബുക്കിയുടെ അടുത്തേക്ക് പോവോ, ബുക്കിക്ക് ദേഷ്യം ആവോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാട്ടോ. നമ്മൾ ഒരാളെ ആയിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കെട്ടിയിടാൻ വേണ്ട ഒന്നുമില്ല. ബൂക്കിനെ അങ്ങനെ കെട്ടിയിട്ടിട്ടുമില്ല. പിന്നെ 2 ആളായി വന്നപ്പോൾ തുടക്കത്തിലേ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ ഒരു മാസമായിട്ട് ബൂക്കിക്ക് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ബൂക്കിയുടെ അടുത്തേക്ക് ശല്യം ചെയ്യാൻ ചെന്നാൽ ബൂക്കിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതാണ് സംഭവം. ഇപ്പോൾ വീട്ടിൽ മനുഷ്യക്കുട്ടികളാണെങ്കിൽ കൂടി 2 മക്കളും 3 മക്കളും ഉണ്ടെങ്കിൽ ഒരാൾ ശാന്തനായിരിക്കും, ഒരാൾ ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും. അപ്പം നമ്മൾ ആ കുട്ടികളുടെ ഒരു
മാനസിക നിലയും ഒക്കെ അനുസരിച്ചിട്ട് അവർ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ വീട്ടിൽ ശണ്ട ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഡെയിലി തല്ലിപ്പിടുത്തമായിരിക്കും. അത്രയേ ഉള്ളൂ ഇവരുടെ കാര്യത്തിലും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സമാധാനത്തിൽ പോകുന്നത്. മോട്ടു ബേബിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മുറ്റത്തേക്ക് ഇറങ്ങിയത്. തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലക്കി ബേബിയോട്. ഇതിൻ്റെ ഇടയിൽ ബൂക്കി പുറകുവശത്തുനിന്ന് എന്തോ കടിച്ചുകൊണ്ട് ഓടി പോകുന്നുണ്ട്. എന്നിട്ട് പിള്ളേരെടുത്ത് വന്ന് കാണിക്കുന്നുണ്ട്, എനിക്കിത് കിട്ടിയേ, ഞാൻ തരൂലേ എന്നും പറഞ്ഞ് ഓടുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചാലും തരൂല, പിന്നെ ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ ഓടിക്കൊണ്ട് കൊടുത്തു. അതുപോലെ തന്നെ ബൂക്കിനെ ഒരു വലിയ ലീഷ്, നീളത്തിലുള്ള ലീഷ് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങി, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അത് ഇട്ടിട്ടാണ് ഇപ്പോൾ ബൂക്കിനെ മുറ്റത്തേക്ക് വിടുന്നത്. അതാകുമ്പോൾ അവന് ഓടി കളിക്കുകയും ചെയ്യാം, പുറത്തേക്കോട്ട് പോവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബൂക്കി മതിൽ ചാടുമ്പോൾ ഈ ലീഷ് കഴുത്തിൽ കുടുങ്ങിയിട്ട് പ്രശ്നമാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ആവില്ല, കാരണം അങ്ങനെ ചാടാൻ അവന് പറ്റില്ല, ആ വശത്തേക്ക് ചാടാൻ പറ്റില്ല. എപ്പോഴും അവൻ ഈ റൈറ്റ് സൈഡിലാണ് ചാടാനായിട്ടുള്ള ടെൻഡൻസി കൂടുന്നത്. അവിടെ കുറച്ച് മതിൽ പൊക്കമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല, അത് പേടിക്കണ്ട. പക്ഷേ ഇതെവിടെ നിന്ന് കിട്ടും, ഇതിട്ടാൽ ഓക്കെ ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് കഴുത്തിലിട്ടിട്ട് നമ്മൾ മുറ്റത്തേക്ക് കുട്ടികളും ആൾക്കാരൊക്കെ ഇറങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവൻ ഇതുമായിട്ട് വലിച്ചിട്ട് ഓടുമ്പോഴേ നമ്മുടെ കാലിൽ കുടുങ്ങി വീഴും. ആദ്യത്തെ ദിവസം ഇതിവൻ്റെ കഴുത്തിലിട്ടിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറക്കി വിട്ടു. അപ്പോഴത്തേക്കും കൊറിയർ വന്നു, ആമസോൺ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവനും എൻ്റെ ഒപ്പം ഓടുമല്ലോ. ഗേറ്റിൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്നാൽ എനിക്ക് മുമ്പേ ബൂക്കിക്ക് എത്തണം, അവനാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കാലിൽ തട്ടിയിട്ട് ഞാനങ്ങ് എന്താ പറയുക, വീഗാലാൻഡിലെ മറ്റേ ഊർന്നിറങ്ങുന്ന സാധനത്തിലൂടെ ഇറങ്ങിയതുപോലെ ആയിപ്പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാനവിടെ കിടക്കുക. അപ്പോൾ ആമസോൺകാരൻ കൊറിയറുമായിട്ട് വന്നപ്പോൾ അയാൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണ്, ഇതെന്താ ഇത്, ഇപ്പോൾ കൊറിയറൊക്കെ കിടന്നുകൊണ്ടാണോ വാങ്ങിക്കുന്നത് എന്ന് വിചാരിച്ചാണോ. പിന്നെ ഞാൻ എഴുന്നേക്കാൻ പെട്ട പാടി. ഇവനാണെങ്കിൽ എൻ്റെ കാലേ കുടുങ്ങിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് കാലിൽ നിന്ന് എടുത്ത് മാറ്റാനും പറ്റുന്നില്ല. എൻ്റെ പൊന്നോ. അതിനുശേഷം എനിക്ക് ഒരു ഐഡിയ കിട്ടി. ഫസ്റ്റ് എനിക്ക് ആ ഒരു ചിന്ത പോയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ ലീഷിൽ ചവിട്ടിയിട്ടാണ് ഇറങ്ങുന്നത്. ഓരോ ചവിട്ട് കൊടുത്തിട്ട് ഗേറ്റിൻ്റെ അവിടെ പോയിട്ട്, അല്ലെങ്കിൽ അവൻ നമ്മളോടൊപ്പം ഓടുമ്പോൾ നമ്മൾ മറിഞ്ഞ് വീഴും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനത്തെ അത്രയും നീളത്തിൽ വാങ്ങിയിടുമ്പോൾ, ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ ഇറങ്ങാനുള്ളൂ മുറ്റത്ത്. രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറ്റേ കുട്ടികളോ വലിയ ആൾക്കാരോ ഒക്കെ മുറ്റത്തേക്ക് ഇറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലേശ ഇടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കടിച്ചാലൊന്നും പൊട്ടില്ല കേട്ടോ. ബൂക്കി നല്ല ശ്രമിക്കുന്നുണ്ട് കടിച്ച് പൊട്ടിക്കാൻ വേണ്ടി, പക്ഷെ അത് പൊട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ബഹുരസമാണ് എൻ്റെ ബൂക്കിക്കുട്ടൻ്റെ ഒരു കാര്യം. ലക്കി ബേബി പതുക്കെ വരുവാണ്. അപ്പം ഞാൻ എടുത്ത് മടിയിൽ വെച്ചപ്പോൾ, മമ്മാക്ക് എന്നെ കണ്ട ഉടനെ എടുത്ത് മടിയിൽ വെക്കണം. എല്ലാവരും ഇവിടെ ഓടിക്കളിച്ച് നടക്കുമ്പോൾ എനിക്ക് വയ്യ മടിയിലിരിക്കാമെന്ന് പറഞ്ഞിരുന്ന് കുതിർന്നുണ്ട്. ലക്കി ബേബി ഇന്നൊന്ന് ഗ്രൂമിങ്ങിന് കൊണ്ടുപോകണം, അവൻ്റെ ഹെയർ ഒന്ന് ചെറുതാക്കണം. അവനിപ്പോൾ നല്ല ചൂടുണ്ട്. എല്ലാവരും ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ മോട്ടു ബേബീനെ കാണാനില്ല. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കാറിൻ്റെ കീഴേ ഇരുന്നിട്ട് എല്ലാം കടിച്ച് ചവച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ചെറുതും കിടന്ന് കുതിറുക, എന്നെ വീട്, എനിക്ക് താഴെ ഇറങ്ങി ഓടി കളിക്കട്ടെ ഞാൻ ചേട്ടന്മാരുടെ കൂടെയെന്ന്. അപ്പോൾ എല്ലാവരും ഓടി ക്ഷീണിച്ചു. ലക്കി അകത്തേക്ക് പോയി. ബൂക്കി ഇപ്പോൾ ഓട്ടോ ഒക്കെ നിർത്തിച്ച് പതുക്കെ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ചെറുത് മാത്രം ഞൊളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. താങ്ക് യു.